Good morning. Okay. Nisha, Milka, Sharitya, Devika. കുറച്ച് പേരൊക്കെ പരിചയമുണ്ട്. ഓക്കെ. വിഷ്ണു, ഇഷ. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് നോക്കിയല്ലേ? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, അതിന്റെ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആയുർവേദം എന്താണ്, യോഗ എന്താണ്, യുനാനി എന്താണ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സ്ട്രാ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇനിയാണെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ അത് കേട്ടിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് എക്സ്ട്രാ പറഞ്ഞതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് ഇവിടെ നോട്ടി തന്നേക്കുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്നത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട. നമ്മുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ടെക്സ്റ്റിൽ ഉള്ളത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഏതൊക്കെ പറഞ്ഞു എന്നല്ലേ? ആയുർവേദം പറഞ്ഞു, യോഗ, യുനാനി സിസ്റ്റം, സിദ്ധ സിസ്റ്റം, നേച്ചുറോപ്പതി. അല്ലെ? അതിന്റെ ഹോമിയോപ്പതി ഉണ്ട്, അത് ഇവിടെ കൊടുത്തിട്ടില്ല. അത് ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. അതാണ് ആയുഷ് എന്ന് പറയുന്നത്. അല്ലെ? ആയുഷിന്റെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? അത് എക്സാമിന് ചോദിക്കും. അത് നോക്കണം. പിന്നെ അതിനകത്ത് നിങ്ങൾ ഇന്നലെ മോക്ക് ടെസ്റ്റ് തന്നത് നിങ്ങൾക്ക് കിട്ടിയോ? വന്നായിരുന്നോ? ചെയ്ത് നോക്കിയോ? നിങ്ങൾക്ക് അത് വരുമ്പോ അത് നോക്കുക. അവിടെ ഇതിനകത്ത് ഇപ്പം ആയുർവേദത്തിന്റെ മീനിങ് എന്താണ് ചോദിക്കാം. വാട്ട് ഇസ് ദ മീനിങ് ആയുർവേദ? എന്താണ് ആയുർവേദ മീനിങ്? സയൻസ് ഓഫ് ലൈഫ്, അല്ലെ? ജീവിത ശാസ്ത്രം എന്നാണ് ആയുർവേദത്തെ പറയുന്നത്. പിന്നെ അതിനകത്ത് ഏത് സിസ്റ്റം ആണെന്ന് ചോദിക്കാം. അതിനകത്ത് which of the following system deals with the causes, symptoms, diagnosis and treatment based on all aspects of well-being, mental well-being. അതിനകത്ത് ഏതാണ് ഓപ്ഷൻസ്? ആയുർവേദ, യോഗ, യുനാനി, അങ്ങനെ തരാം. അപ്പൊ ആ ടെക്സ്റ്റിലുള്ളതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അതിനകത്ത് ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതി എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഹോമിയോപ്പതി എന്താ? നമ്മള് ഹോമിയോപ്പതിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈക്ക് ക്യൂർ ലൈക്ക് എന്നാണ്. അതായത് എന്താ, എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് രോഗം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ അസുഖത്തെ നീക്കം ചെയ്യും. അതാണ് ഹോമിയോപ്പതി പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ചില പ്രക്രിയകളെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള, ഒരുപാട് ഡോസ് ഒന്നും ഇല്ല അല്ലെ ഹോമിയോ മരുന്നുകൾക്ക്, വളരെ നേർപ്പിച്ച പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ലൈക്ക് ക്യൂർ ലൈക്ക് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് ഏതെന്ന് പറയുന്നത്? ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് നിങ്ങൾ ആ ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ഹോമിയോപ്പതി. Okay. Homeopathy is a system of alternative medicine, alternative ALTERNATIVE, alternative medicine based based on the principle of like cures, CURES, രോഗശമനം എന്നാണ് ക്യൂർ എന്ന് മീനിങ്. CURES, ക്യൂസ്, ലൈക്ക് LIKE. അത് ഒന്ന് അപ്പോസ്ട്രോഫിയിൽ ഇട്ട് വയ്ക്കുക. ലൈക്ക് ക്യൂസ് ലൈക്ക്. യൂസിങ് highly HIGHLY, highly diluted DILUTED, നേർപ്പിച്ച diluted substance ഒന്നും കൂടി പറയണം. ഹോമിയോപ്പതി is a system of alternative medicine based based on the principle
principle of like cures like cures, CURES, രോഗശമനം, cures like, using highly, HIGHLY, highly diluted substance to stimulate the body's natural healing process. Natural healing, HEALING, ഹീലിംഗ് പ്രോസസ്. എന്താ? നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള രോഗശാന്തി പ്രക്രിയകളെ ഉത്തേജിപ്പിക്കുന്നതിനായിട്ട് അവിടെ എന്താ വളരെ നേർപ്പിച്ച പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ലൈക്ക് ക്യൂസ് ലൈക്ക് എന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് ഏത്? ഹോമിയോപ്പതി. ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്നവരില്ലേ നിങ്ങളുടെ കൂട്ടത്തില്? അപ്പൊ അതെന്താ ജസ്റ്റ് ആ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കി വെക്കുക. എന്താ? ലൈക്ക് ക്യൂസ് ലൈക്ക്, അതായത് എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് രോഗം ഉണ്ടാകുന്നത് ആ കാരണം കൊണ്ട് തന്നെ ആ അസുഖത്തെ നീക്കം ചെയ്യാൻ സാധിക്കും. അതാണ് ഹോമിയോപ്പതി പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ ഒന്നും ബൈപ്പാർട്ട് ചെയ്യണ്ട, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഡെഫിനിഷനായിട്ട് ചോദിക്കൂല, അവിടെ ഡാഷ് ഇട്ടാ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏതാണ് അവിടെ എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എനിക്കായിരുന്നു ആയുർവേദ ഉണ്ട്, യോഗ ഉണ്ട്, യുനാനി സിസ്റ്റം ഉണ്ട്, സിദ്ധ സിസ്റ്റം ഉണ്ട്, നേച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. അത് ഒരുമിച്ചാണ് പറഞ്ഞേക്കുന്നത്, നേച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ഇത് നോക്കിയേ. ഇനി അടുത്തത് മോഡേൺ ഓർ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷ് മരുന്നുകൾ. അപ്പൊ നമ്മള് കൂടുതലും ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷണൽ രീതികളല്ല നമ്മൾ അധികം ഉപയോഗിക്കുന്നത്, അല്ലെ? കൂടുതലായിട്ട് നമ്മളിപ്പോ ഇംഗ്ലീഷ് മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെയാണ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഏതാണ്? ഇംഗ്ലീഷ് മരുന്നുകൾ. മോഡേൺ ഓർ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം പറഞ്ഞില്ലേ, അതിനകത്ത് പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളത് കിട്ടിയല്ലോ? ആയുഷ്, ഓർത്ത് വെക്കാം. അപ്പൊ അതിൽ ഓരോ ലെറ്റേഴ്സും നമ്മുടെ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, നേച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി, അത്രയാണ് ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരുന്നത്. ഇനി നോക്കിയേ, മോഡേൺ ഓർ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. മോഡേൺ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്നുകള് നോക്കിയേ. The modern or allopathic healthcare system in India includes എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? A public sector, private sector and an informal network of care providers. Modern or allopathic system in India includes. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ മോഡേൺ അല്ലെങ്കിൽ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വരുന്നത് ഏതൊക്കെയാ? ആരെല്ലാമാ ഉൾപ്പെടുന്നത്? പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞ എന്താ? പൊതുമേഖല. അറിയില്ലാത്തവർ അവിടെ ഒന്ന് മീനിങ് എഴുതി വെച്ചോ ടെക്സ്റ്റിൽ തന്നെ. ഏതൊക്കെയാ വരുന്നത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം. ബുക്കിൽ നോട്ട് ചെയ്യുന്നവര് ഹെഡിങ് ഒന്ന് ജസ്റ്റ് കൊടുക്കുക, എന്നിട്ട് 3 പേരുകൾ എഴുതി വെക്കുക. പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ പൊതുമേഖലകള്. ദെൻ പൊതുമേഖല, അതായത് എക്സാമ്പിൾ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഇല്ലേ, അത് പബ്ലിക് സെക്ടർ, പൊതുമേഖല. ദെൻ പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലകള്. നമ്മുടെ ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, സ്വകാര്യ ആശുപത്രികളൊക്കെ, പ്രൈവറ്റ് ആശുപത്രികള്, ക്ലിനിക്കുകള്, ഇതൊക്കെ വരുന്നതാണ് പ്രൈവറ്റ് സെക്ടർ. ആൻഡ് ആൻ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് വെച്ചാൽ അനൗപചാരിക ശൃംഖല. അതായത് നമ്മള് ഈ പാലിയേറ്റീവ് കെയർ ഇല്ലേ, ആംബുലൻസ് സർവീസുകള്, ഇങ്ങനെയൊക്കെ പാലിയേറ്റീവ് കെയർ സർവീസുകൾ, ഇതൊക്കെയാണ് നമ്മൾ അല്ലാതെ കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ട്, അല്ലെ? നമ്മള് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അല്ലാതെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നവര്, ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ ഇത് 3 ഉൾപ്പെടുന്നതാണ് മോഡേൺ ഹെൽത്ത്
കെയർ സിസ്റ്റം. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ഇത് മൂന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചേ ടെക്സ്റ്റ് ഉള്ളവര്. പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം. ക്ലിയർ ആയില്ലേ? എനിക്കാ പൊതുമേഖല വരുന്നുണ്ട്, സ്വകാര്യ മേഖലകൾ വരുന്നുണ്ട്, അനൗപചാരിക ശൃംഖലകൾ. ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ്, അല്ലെങ്കിൽ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇതെല്ലാം ഉൾപ്പെടുന്നു. ഇതിന് മൂന്നായിട്ട് നമുക്ക് പറയാം: പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ക്ലിയർ ആയോ? അത് എക്സാമിൽ ചോദിക്കാറുണ്ട് കേട്ടോ. മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരെല്ലാം? ആരൊക്കെ വരുന്നുണ്ട്? പബ്ലിക് സെക്ടേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഇനി അടുത്ത നോക്കിയേ. India's health system can be categorized into 3 distinct phases. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമുക്ക് 3 ഫേസ് ആയിട്ട് തിരിക്കാം. 3 distinct phases, 3 ഫേസുകളായിട്ട് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, തരം തിരിക്കാം. എത്രയായിട്ട് തിരിക്കാം? ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? എത്ര ടൈപ്പാണ് കാറ്റഗറൈസ് ചെയ്യാൻ? നമുക്ക് 3 ഫേസ് ആയിട്ട് തിരിക്കാം. India's healthcare system can be categorized into 3 distinct phases. കിട്ടിയോ? എത്ര ഫേസ് ആയിട്ട് തിരിക്കാം? നമുക്ക് 3 ഫേസ് ആയിട്ട് തിരിക്കാം. ഓക്കെ, ഏതൊക്കെയാന്ന് നോക്കി. The initial phase, in the second phase, then മൂന്നാമത്തെ തേർഡ് ഫേസ്. അപ്പൊ അങ്ങനെ 3 കാറ്റഗറിയിൽ നമുക്ക് തിരിക്കാം. തേർഡ് ഫേസ്. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. എനിക്കാണ് ഇനീഷ്യൽ ഫേസ്, ഇൻ ദ സെക്കൻഡ് ഫേസ്, ഇൻ ദ തേർഡ് ഫേസ്. ഇനിഷ്യൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഒന്ന് നോക്കിയേ. ഇനിഷ്യൽ ഫേസ് എന്താ? ഓഫ് ഇനിഷ്യൽ ഫേസ് ഓഫ് 1947 to 1983, 1947 മുതൽ 1983 വരെ വരുന്ന ആ കാലഘട്ടം, അതാണ് ഇനിഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ, ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഇനിഷ്യൽ ഫേസ്, ആ ടൈം പീരീഡ് ഏതായിരുന്നു? 1947 അല്ലെ? നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം 1947 അല്ലെ നമുക്ക് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയത്, സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനുശേഷം 1947 മുതൽ 1983 വരെയുള്ള ആ ഫേസ്, കാലഘട്ടം. അത് നോക്കിയേ, അവിടെ എന്താ സംഭവിച്ചേ? Health policy was thought to be based on 2 broad principles. On 2 broad, 2 പ്രാവശ്യമുള്ളൂ കേട്ടോ, അതൊന്ന് വെട്ടിക്കളഞ്ഞു. Health policy was thought to be based on 2 broad principles. അപ്പൊ ഈ കാലഘട്ടം, ഇനിഷ്യൽ ഫേസില് ഹെൽത്ത് പോളിസിനെ നമ്മൾ 2 തത്വങ്ങളായിട്ടാണ്, 2 പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇനിഷ്യൽ ഫേസിലെ ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത് 2 പ്രിൻസിപ്പിൾ, 2 ബ്രോഡ് പ്രിൻസിപ്പിൾ, 2 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിൽ ഒന്നാമത്തത് നോക്കിയേ, എന്താ ഫസ്റ്റ് വരുന്നത്? ഇനിഷ്യൽ ഫേസിലെ ഹെൽത്ത് പോളിസി എങ്ങനെയാ? 2 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇനിഷ്യൽ ഫേസിലെ ഹെൽത്ത് പോളിസി 2 തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒന്നാമത്തെ നോക്കിയേ, none should be denied health care because of lack of pay. ഒന്നാമത്തെ ഡിനൈഡ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. എഴുതി വെക്കുക കേട്ടോ, മീനിങ് ഒന്നും അറിയില്ലാത്തൊരു നോട്ട് ചെയ്തെടുത്തോ. ഡിനൈഡ്, നിഷേധിക്കുക. നിഷേധിക്കുക എന്താ പറഞ്ഞേക്കുന്നത്? none should be denied health care because of the lack of pay. അതായത് പണം ഇല്ലാത്തതിന്റെ പേരില് ആർക്കും ആരോഗ്യം, ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. പഠിച്ചോ? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്, അല്ലെ? ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താ? അവര് ഈ ഇനിഷ്യൽ ഫേസില് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞേക്കുന്നത്? ആർക്കും പണം ഇല്ലാത്തതിന്റെ പേരില് ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. അതല്ലേ നമുക്ക് പാവപ്പെട്ടവർക്കൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇത് കൊടുക്കണ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയുള്ളതല്ലേ?
അല്ലെ? പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കണം. എല്ലാവർക്കും നമ്മുടെ ആരോഗ്യ പരിചരണം കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താ? ആർക്കും പണം ഇല്ലാത്തതിന്റെ പേരില് ആർക്കും ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. കിട്ടിയോ? ഹെൽത്ത് കെയർ ആർക്കും നിഷേധിക്കാൻ പാടില്ല. എന്തിന്റെ പേരില? പണം ഇല്ലാത്തതിന്റെ പേരില്. പൈസ ഇല്ല, ആശുപത്രിയില്ല, അതാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നേ, അല്ലെ? പണമില്ലാത്തതിന്റെ പേരില് ആർക്കും ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് വാസ് ദ മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഹെൽത്ത് കെയർ ടു ദ പീപ്പിൾ. കണ്ടോ? ജനങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത് ആർക്കടെ? നമ്മുടെ സ്റ്റേറ്റിന്റെ, നമ്മുടെ ഒരു ഭരണകൂടത്തിന്റെ ഒരു ധാർമ്മിക കടമയാണ്, മോറൽ ഡ്യൂട്ടിയാണ്. കണ്ടോ? എല്ലാവർക്കും ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിന്റെ, അതായത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു ധാർമ്മിക ഒരു ഡ്യൂട്ടിയാണ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ദിസ് ഫേസ് ഓഫ് മോഡറേറ്റ് അച്ചീവ്മെന്റ്. ഈ ഫേസില് പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായി. ദിസ് ഫേസ് ഓഫ് മോഡറേറ്റ് അച്ചീവ്മെന്റ്സ്, പുതിയ ഡെവലപ്മെന്റുകൾ ഉണ്ടായത് ഫസ്റ്റ് ഫേസിലാണ്. ഫസ്റ്റ് ഫേസ് കിട്ടിയോ? ഫസ്റ്റ് ഫേസില് ഹെൽത്ത് പോളിസിയിലെ രണ്ട് വിശാലമായിട്ടുള്ള ബ്രോഡ് പ്രിൻസിപ്പിൾ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? പണമില്ലാത്തതിന്റെ പേരില് ആർക്കും ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. രണ്ടാമത്തേല എന്താ പറഞ്ഞേക്കണേ? ഈ ആളുകൾക്ക് നമുക്ക് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളത് ആർക്കടെ? നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു ധാർമ്മിക ഘടനയാണ്. എല്ലാവർക്കും ക്ലിയർ ആയോ? രണ്ട് പ്രിൻസിപ്പിൾ ഏതാണ്? ഇനിഷ്യൽ ഫേസില് ഹെൽത്ത് പോളിസിയിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രിൻസിപ്പിൾ ഏതാന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്ന് നോക്കിയേ. ഓക്കെ ആണോ? ഒന്ന് തമ്മിട്ടേ. ഓക്കെ. അതിനകത്ത് നമ്മുടെ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ഈ ഫേസിലാണ്, അതായത് ഇനിഷ്യൽ ഫേസിലാണ് പുതിയ ഡെവലപ്മെന്റ്സുകൾ ഉണ്ടായത്. ഓക്കെ, വെരി ഗുഡ്. ഇനി അപ്പൊ ഈ ഇനിഷ്യൽ ഫേസിൽ ആർക്കടെ ആയിരുന്നു ഉത്തരവാദിത്തം? ഗവൺമെന്റിന്റെ ആണ്, അല്ലെ? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഫേസ് നോക്കിയേ. ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് 1983, 1983 മുതൽ 2000 വരെയുള്ളതാണ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ആ ഡ്യൂറേഷൻ ഡേറ്റ് കൂടി ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. 1983 മുതൽ 2000 വരെയും ഉള്ളതാണ് സെക്കൻഡ് ഫേസ്. അപ്പൊ ഈ സെക്കൻഡ് ഫേസിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വന്നേക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നത്? സെക്കൻഡ് ഫേസിൽ a national health policy was proclaimed. Proclaimed എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യുക. Proclaimed for the first time in 1983. ഒരു നാഷണൽ ഹെൽത്ത് പോളിസി വിളംബരം ചെയ്യപ്പെട്ടു 1983. National health policy was proclaimed for the first time in 1983. Which pronounced, അതെന്താ പറയുന്നേ? Clearly the needs of the encourage private initiative in healthcare service delivery. അപ്പൊ ആ ഒരു പോളിസിയില് നാഷണൽ ഹെൽത്ത് പോളിസി സെക്കൻഡ് ഫേസിൽ വിളംബരം ചെയ്യപ്പെട്ടു. ഓക്കെ, നമ്മുടെ രാജ്യത്ത് 1983 ഒരു നാഷണൽ ഹെൽത്ത് പോളിസി വിളംബരം ചെയ്യപ്പെട്ടു. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? which pronounced clearly the need to encourage private initiative in the healthcare service delivery. അപ്പൊ ഗവൺമെന്റ് മാത്രം പറ്റില്ല, അവിടെ പ്രൈവറ്റ് മേഖലകളെ കൂടി അവിടെ ഉൾപ്പെടുത്തി. എന്താ സെക്കൻഡ് ഫേസിൽ സംഭവിച്ചെന്താ? അവിടെ ആരും കൂടി വന്നു? പ്രൈവറ്റ് മേഖലകൾ കൂടി ആ ഹെൽത്ത് സിസ്റ്റത്തില് ഉൾപ്പെടുത്തി. അതായത് ധാരാളം പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും ഹെൽത്ത് കെയറിലേക്ക് കടന്നു വന്നു. അത്രയാണ് അതിന് പറയുന്നത് സെക്കൻഡ് ഫേസ്.
ശ്രദ്ധിച്ചേ. അപ്പൊ സെക്കൻഡ് ഫേസിൽ അവിടെ എന്താ സംഭവിച്ചേ? 1983 ഒരു നാഷണൽ ഹെൽത്ത് പോളിസി എന്ത് ചെയ്തു? വിളംബരം ചെയ്തു. അവിടെ എന്താ വന്നത്? പെട്ടെന്ന് ഒരു ഗവൺമെന്റ് മാത്രം, ഇനിഷ്യൽ ഫേസിൽ ഗവൺമെന്റ് മാത്രമായിരുന്നു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അവിടെ സെക്കൻഡ് ഫേസ് ആയപ്പോഴത്തേക്കും അവിടെ ആരുകൂടി വന്നു? പ്രൈവറ്റ് മേഖലയെ കൂടി ഹെൽത്ത് കെയറിൽ ഉൾപ്പെടുത്തി. അതായത് ധാരാളം സ്വകാര്യ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വന്നു. സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളും ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹെൽത്ത് പോളിസി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഒരു പൊതു സഹായത്തോടു കൂടിയുള്ള ധനസഹായത്തോടു കൂടിയുള്ള പ്രൈമറി ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു പ്രവേശനം തീവ്രമാക്കി. എൻകറേജ് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് രണ്ടാമത്തെ ആദ്യത്തേല് 2 പോളിസികളും നമ്മള് പ്രിൻസിപ്പിളും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഇനി സെക്കൻഡ് ഫേസിൽ നിങ്ങൾ നോക്കേണ്ടത് എ നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈംഡ് ഫോർ ദ ഫസ്റ്റ് ടൈം 1983. അത് നോട്ട് ചെയ്തിടാം. അപ്പോ ഒരു നാഷണൽ ഹെൽത്ത് പോളിസി വിളംബരം ചെയ്യപ്പെട്ടത് ഏത് ഫേസിലാന്ന് ചോദിക്കാം. ഏത് ഫേസിലാണ് നാഷണൽ ഹെൽത്ത് പോളിസി വിളംബരം ചെയ്യപ്പെട്ട ഏത് ഫേസിലാ? ഇനിഷ്യൽ ഫേസിലാണോ? സെക്കൻഡ് ഫേസിലാണോ? തേർഡ് ഫേസിലാണോ? ഏത് ഫേസിലാ? സെക്കൻഡ്. ഓക്കെ, വെരി ഗുഡ്. സെക്കൻഡ് ഫേസിലാണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസി വന്നത്. ഇനി അവിടെ എന്താ സംഭവിച്ചത് നോക്കിയേ. വിച്ച് പ്രൊനൗൺസ് ക്ലിയർലി ദ നീഡ് ടു എൻകറേജ് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. അപ്പൊ ഈ ഒരു ഹെൽത്ത് പോളിസി ആ ഒരു നയത്തിൽ എന്താ? ഒരു പൊതു ധനസഹായത്തോടു കൂടിയുള്ള ഒരു പ്രൈമറി ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം തീവ്രമാക്കി. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. എൻകറേജ് പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഡെലിവറി. അതായത് എന്താ? ഹെൽത്ത് കെയറിലേക്ക് ആരും കൂടി വന്നു? അവിടെ പ്രൈവറ്റ് മേഖലകൾ കൂടി അവിടെ വന്നു. ഓക്കെ, പ്രൈവറ്റ് മേഖലയെ കൂടി ഹെൽത്ത് കെയറിൽ ഉൾപ്പെടുത്തി. ഗവൺമെന്റ് മാത്രം പോരാ, പ്രൈവറ്റ് മേഖലകൾ കൂടി അവിടെ വന്നു. ഇനി അടുത്തത് നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? The policy also intensified the access to publicly funded primary health care. നാഷണൽ ഇവിടെ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? The policy also intensified to access the publicly funded primary health care. പ്രൈമറി ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു പ്രവേശനം എന്താക്കിയത്? അത് തീവ്രമാക്കി. ഇന്റൻസിഫൈഡ് എന്ന് വെച്ചാൽ എന്താ? തീവ്രമാക്കുക. ഇന്റൻസിഫൈഡ്, തീവ്രമാക്കി. Facilitating expansion of health facility in rural area through national health program. കണ്ടോ അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം NHP. അവിടെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2-3 എക്സ്പാൻഡഡ് ഫോം എന്തായാലും ചോദിക്കും. അപ്പൊ ഓരോന്ന് നമ്മൾ തുടങ്ങുമ്പോൾ മുതലുള്ളത് പഠിച്ചു വെക്കുക. ഏതാണ്? NHP. എക്സ്പാൻഡഡ് ഫോം NHPS എന്ന് പറഞ്ഞ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. അപ്പൊ നോക്കി എന്താ സംഭവിച്ചേ? ഫെസിലിറ്റേറ്റിംഗ് എന്ന് വെച്ചാൽ സുഗമമാക്കുക. Facilitating expansion of health facility in rural area. റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശം അല്ലെ. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന ഒരു പദ്ധതിയിലൂടെ റൂറൽ ഏരിയയിലേക്ക് കൂടുതൽ ഫെസിലിറ്റി കൊണ്ടുവന്നു. ഉണ്ടോ? അതായത് എന്താ പറഞ്ഞേക്കണേ? NHP വഴി ഗ്രാമപ്രദേശത്തിലെ ആരോഗ്യ സൗകര്യങ്ങള് അതിന്റെ വിപുലീകരണം സുഗമമാക്കുന്നു. അതായത് എന്താ പറഞ്ഞത്? NHP നാഷണൽ ഹെൽത്ത് പോളിസി വഴി ഈ റൂറൽ പ്രദേശത്തേക്ക് കൂടി ഈ സൗകര്യം കൊണ്ടുവന്നു. മനസ്സിലായോ? ഹെൽത്ത് കെയർ സർവീസ് ആ ഒരു സേവനം റൂറൽ ഏരിയയിലേക്ക് കൂടി കൊണ്ടുവന്നു. ദേശീയ ആരോഗ്യ പരിപാടികള് NHP വഴി ഗ്രാമപ്രദേശങ്ങളിലേക്കും കൂടി ഈ സൗകര്യങ്ങള് കൊണ്ടുവന്നു. അത്രയാണ് സെക്കൻഡ് ഫേസിൽ വന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർക്കണ്ടേ? നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈം ചെയ്തത്
സെക്കൻഡ് ഫേസിലാണ്. അവിടെ എന്താ പറ്റിയത്? അവിടെ ഈ ഹെൽത്ത് കെയർ സർവീസിലേക്ക് ആരെയും കൂടി ഉൾപ്പെടുത്തി അവര് പ്രൈവറ്റ് മേഖലകൾ കൂടി കടന്നു വന്നു. അപ്പോ അവിടെ എന്താ ഈ പോളിസി എന്താക്കി? ഇപ്പോൾ ധനസഹായത്തോടു കൂടിയുള്ള പ്രൈവറ്റ് മേഖലയിലേക്കുള്ള പ്രവേശനം അവിടെ തീവ്രമാക്കി. അവിടെ എന്ത് ചെയ്തു? റൂറൽ ഏരിയയിലേക്കും കൂടി ഈ ഫെസിലിറ്റി കൊണ്ടുവന്നു. മനസ്സിലായോ? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം വഴി ഈ ഒരു പദ്ധതിയിലൂടെ റൂറൽ ഏരിയയിലേക്കും കൂടി ഈ ഫെസിലിറ്റി കൊണ്ടുവന്നു. അതാണ് സെക്കൻഡ് ഫേസിൽ സംഭവിച്ചത്. ഇനി അടുത്ത നോക്കി, തേർഡ് ഫേസിൽ എന്താ? മൂന്നാമത്തെ ഫേസിൽ ഇപ്പൊ ഇനിഷ്യൽ ഫേസിൽ ഗവൺമെന്റ് മാത്രം, സെക്കൻഡ് ഫേസിൽ ആരും കൂടി വന്നു? അവിടെ പ്രൈവറ്റ് മേഖലകൾ കൂടി കടന്നു വന്നു. ഗവൺമെന്റും അതിന്റെ ഒപ്പം തന്നെ പ്രൈവറ്റ് മേഖലകൾ കൂടി കടന്നു വന്നു. ഇനി അടുത്ത് നോക്കിയ തേർഡ് ഫേസ്, അതായത് പോസ്റ്റ് 2000, 2000-ന് ശേഷമുള്ള സമയം, ആ ഒരു കാലഘട്ടം, അതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. 2000-ന് ശേഷമുള്ള കാലഘട്ടമാണ് തേർഡ് ഫേസ്. Witnessing a further shift and widening of focus, the current phase addresses main issues such as public-private partnership, liberalization of the insurance sector, and the government as a financier. അടുത്തതൊക്കെ 2000-ന് ശേഷം അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ഹെൽത്ത് കെയറിൽ വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായി. 2000-ന് ശേഷം എന്താ സംഭവിച്ചത്? ഹെൽത്ത് കെയറിൽ തന്നെ കുറെ മാറ്റങ്ങൾ വന്നു. ഓക്കെ, 2000-ന് ശേഷം ഹെൽത്ത് കെയറിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. അവിടെ എന്താ? ദ കറന്റ് ഫേസ് അഡ്രസ്സസ് മെയിൻ ഇഷ്യൂ. അവിടെ അവർ ഈ ഫേസ്, തേർഡ് ഫേസ്, അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ഏതൊക്കെയാ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഒന്നാമത്തെ കാര്യം അണ്ടർലൈൻ ചെയ്തിട്ടത്. തേർഡ് ഫേസിൽ എന്താ സംഭവിച്ചേ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, അതായത് ഗവൺമെന്റും സ്വകാര്യ വ്യക്തികളുടെയും പങ്കാളിത്തം, രണ്ടുപേരും അതിലേക്ക് വന്നു. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, സ്വകാര്യ വ്യക്തികളും പ്രൈവറ്റ്, ഗവൺമെന്റും സ്വകാര്യ വ്യക്തികളുടെയും പാർട്ണർഷിപ്പ്. പിന്നെ ലിബറൈസേഷൻ ഓഫ് ദ ഇൻഷുറൻസ് സെക്ടർ. ഇൻഷുറൻസിന്റെ കാര്യത്തില് ഗവൺമെന്റും ഇൻഷുറൻസ് കമ്പനികളും കൂടി ചേർന്നിട്ട് ആളുകൾക്ക് എന്ത് ചെയ്തു? ഇൻഷുറൻസ് സ്കീം ഏർപ്പെടുത്തി. ഇതാണ് രണ്ടാമത്തെ വന്നത്. ആദ്യം എന്ത് ചെയ്തു? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ഗവൺമെന്റും സ്വകാര്യ വ്യക്തികളുടെയും പങ്കാളിത്തം. അവർ രണ്ടുപേരും പാർട്ണർഷിപ്പില്, രണ്ടുപേരും അതില് ഇൻവോൾവ് ആയി. അവിടെ എന്ത് ചെയ്തു? അവര് ഗവൺമെന്റ് എന്ത് ചെയ്തു? ലിബറലൈസേഷൻ ഓഫ് ദ ഇൻഷുറൻസ് സെക്ടർ. ലിബറലൈസേഷൻ ഓഫ് ദ ഇൻഷുറൻസ് സെക്ടർ എന്ന് വെച്ചാൽ ഗവൺമെന്റും ഇൻഷുറൻസ് കമ്പനികളും ചേർന്നിട്ട് പാവപ്പെട്ടവർക്ക് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നു. RSBY കാർഡുകളൊക്കെ ഇല്ലേ? കേട്ടിട്ടില്ലേ? പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്നത് RSBY കാർഡ്, ചികിത്സാ സഹായത്തിന് വേണ്ടി കൊടുക്കുന്നത്. അവിടെ ഇൻഷുറൻസ് കൊണ്ടുവന്നു. ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികളും ചേർന്നിട്ട് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നു. ആൻഡ് ദ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ, ഒരു ഗവൺമെന്റ് ഫിനാൻഷ്യർ ആയിട്ട് പ്രവർത്തിച്ചത് തേർഡ് ഫേസിലാണ്. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. തേർഡ് ഫേസിൽ എന്താ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ലിബറലൈസേഷൻ ഓഫ് ദ ഇൻഷുറൻസ് സെക്ടർ, ആൻഡ് ദ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ. ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യർ ആയിട്ട് പ്രവർത്തിച്ചത് തേർഡ് ഫേസിലാണ്. ഓക്കെ, അവിടെ അപ്പൊ തേർഡ് ഫേസിൽ ആരൊക്കെയുണ്ട്? ഗവൺമെന്റ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനികളും അതിന്റെ കൂടെ പാർട്ണർഷിപ്പായി ഹെൽത്ത് കെയറിൽ അവരും കൂടി ചേർക്കണം അല്ലെ? ഇപ്പൊ കുറെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ ആളുകൾക്ക്? അതാണ് മൂന്നാമത്തെ ഫേസിൽ സംഭവിച്ചത്. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ഫേസിൽ ഗവൺമെന്റ് മാത്രം, സെക്കൻഡ് ഫേസിൽ ആരും കൂടി വന്നു? അവിടെ പ്രൈവറ്റ് കൂടി, അവിടെ സ്വകാര്യ മേഖലകൾ കൂടി ഹെൽത്ത് കെയറിലേക്ക് ഉൾപ്പെടുത്തി. ഇനി തേർഡ് ഫേസിൽ ആരൊക്കെ വന്നു? ഗവൺമെന്റ് ഉണ്ട്, പ്രൈവറ്റ് സ്വകാര്യ മേഖലകളുണ്ട്, അവിടെ ഇൻഷുറൻസ് കമ്പനികളും കൂടി ഇൻവോൾവ് ആയി. ഓക്കെ, ഗവൺമെന്റും ഇൻഷുറൻസ് കമ്പനികളും കൂടി ചേർന്നിട്ട് പാവപ്പെട്ടവർക്ക് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നു. അതായത് RSBY കാർഡ്. അവിടെ ഗവൺമെന്റ് ആരായിട്ട് ആക്ട് ചെയ്തു? ഒരു ഫിനാൻഷ്യർ ആയിട്ട് ആക്ട് ചെയ്തു.
ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ. ക്ലിയർ ആയോ? ആ 3 കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തിട്ടോ. തേർഡ് ഫേസിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, ലിബറലൈസേഷൻ ഓഫ് ദ ഇൻഷുറൻസ് സ്കീം സെക്ടർ ആൻഡ് ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യൽ. അത് മൂന്നും സംഭവിച്ചത് തേർഡ് ഫേസിലാണ്. ഗവൺമെന്റ് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഇൻഷുറൻസ് പാർട്ടികളും ഒപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ചികിത്സയുടെ കാര്യം ഓർത്താൽ മതി. ഇപ്പൊ കറണ്ട് ആയിട്ട് നമ്മൾ അല്ലെ, ഗവൺമെന്റും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്, ഇൻഷുറൻസ് പാർട്ടികളും ഉണ്ട്, അതിന്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ക്ലിയർ ആവല്ലേ നിങ്ങൾക്ക്? 3 ഫേസ് ഓക്കെ അല്ലേ? യെസ്. ഇനി ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ നിങ്ങൾ. ഇന്ന് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. 3 കാര്യങ്ങളും നമ്മൾ തേർഡ് ഫേസിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അത് അണ്ടർലൈൻ ചെയ്തിട ടെക്സ്റ്റ് ഉള്ളവര്. ഇനി അടുത്ത് നോക്കിയേ, the health care infrastructure in rural areas being developed as a 3-tier system. കണ്ടോ? റൂറൽ ഏരിയ എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശത്ത്, ഗ്രാമപ്രദേശത്തിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 3-tier സിസ്റ്റം. എന്താ? ത്രിതല സംവിധാനമായിട്ട് നമുക്ക് പറയാം. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഹെൽത്ത് കെയറിനെ നമുക്ക് എന്താ 3 തലമായിട്ട് തിരിക്കാം. ത്രിതല സിസ്റ്റമായിട്ട് തിരിക്കാം. നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ അവിടെയൊക്കെ നമുക്ക് ഹെൽത്ത് കെയർ കിട്ടുന്നത് നമുക്ക് എങ്ങനെയാ? 3 സെക്ഷനായിട്ട് അവരവിടെ തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, സബ് സെന്റർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നാണ് മലയാളം. ഇൻഫ്രാസ്ട്രക്ചർ. Health care infrastructure in rural area can be developed as a 3-tier system. ഗ്രാമപ്രദേശത്തിലെ ഹെൽത്ത് കെയർ അടിസ്ഥാന സൗകര്യങ്ങളെ നമുക്ക് 3 തലമായിട്ട് തിരിക്കാം. ഏതൊക്കെയാന്ന് നോക്കിയേ? സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. ഏതൊക്കെയാ? സബ് സെന്ററുകൾ വരുന്നുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഏതൊക്കെയാ? സബ് സെന്റർ ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഉണ്ട്. ഫസ്റ്റ് നോക്കിയേ, സബ് സെന്റേഴ്സ്. സബ് സെന്റർ പറഞ്ഞേക്കാം. In rural areas, health sub-centers make up the institutional basis of primary care. ഗ്രാമപ്രദേശങ്ങളില് ഒരു സംഘടനയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കെയർ കൊടുക്കുന്നത്, പ്രൈമറി കെയർ കൊടുക്കുന്നത്, പ്രാഥമിക ചികിത്സകൾ കൊടുക്കുന്നത്, പ്രാഥമിക കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, അംഗൻവാടികൾ. സബ് സെന്റേഴ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം അംഗൻവാടി. അംഗൻവാടി വഴി നമുക്ക് കുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ, കുത്തിവെപ്പ് കൊടുക്കുന്നില്ലേ, വാക്സിനുകൾ കൊടുക്കുന്നില്ലേ, ഷുഗർ, പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നില്ലേ, അല്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിലാണ് അവിടെ പ്രൈമറി കെയർ കൊടുക്കുന്നത്. മനസ്സിലാവുള്ളേ നിങ്ങൾക്ക്? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളുടെ അംഗൻവാടി പോയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. വാക്സിൻ ഒക്കെ കൊടുക്കാറില്ലേ? ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കാറില്ലേ? അത് തന്നെ. അപ്പൊ നോക്കിയേ, അതെന്താ സബ് സെന്റർ എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മുടെ റൂറൽ ഏരിയയില് ഹെൽത്ത് കെയർ നമ്മൾ 3 സ്റ്റെപ്പ്, 3 തലങ്ങളിലായിട്ടാണ് നമുക്ക് ഹെൽത്ത് കെയർ കിട്ടുന്നത്. അതിന് ഫസ്റ്റ് ആണ് സബ് സെന്റർ എന്ന് പറയുന്നത്. സബ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസിലാണ് അവിടെ പ്രൈമറി കെയർ കൊടുക്കുന്നത്. എക്സാമ്പിൾ അവിടെ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ. ഏതാണ്? നമ്മുടെ അംഗൻവാടികള് ഒക്കെ നോക്കാം. ഇനി അവിടെ നോക്കിയേ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ടിപ്പിക്കലി പെർഫോം ബേസിക് മെഡിക്കൽ സർവീസസ്, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് റെഫറൽസ്. ഓക്കെ, ഇറ്റ് ടിപ്പിക്കലി പെർഫോം ബേസിക് മെഡിക്കൽ സർവീസ്, അടിസ്ഥാന ചികിത്സാ സേവനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അല്ലെ. അതായത് പ്രഷർ നോക്കാം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യമല്ലേ. അല്ലാതെ എക്സ്റേയും സ്കാനിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമോ? അംഗൻവാടി ചെയ്യാൻ പറ്റുമോ? അല്ലെ? എന്താ കൊടുക്കുന്നത്? ബേസിക് മെഡിക്കൽ സർവീസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ബേസിക് മെഡിക്കൽ സർവീസുകള്, ഇമ്മ്യൂണൈസേഷൻ, കുത്തിവെപ്പുകള്. ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ പ്രതിരോധ കുത്തിവെപ്പുകള്, റെഫറൻസ്. ഇപ്പൊ എന്തെങ്കിലും റെഫറൻസ് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും റെഫർ ചെയ്യാൻ, ഇപ്പൊ ഷുഗർ, പ്രഷർ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെ പോയി കാണാം അല്ലെ. അങ്ങനെയുള്ള റെഫറലുകള് ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അണ്ടർലൈൻ ചെയ്താലോ? ബേസിക് അടിസ്ഥാന മെഡിക്കൽ സർവീസുകള്, ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവെപ്പുകള്, റെഫറൻസുകൾ, ഇതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്.
Some centers are usually temporary structure. Underline ചെയ്തിട്ടേ. Some center are usually temporary structure. Temporary ആണെങ്കിൽ സ്ഥിരം ഉണ്ടോ? എല്ലാ ദിവസവും അംഗൻവാടിയിൽ കുത്തിവെപ്പ് കൊടുക്കണ്ടോ അവര്? ടെമ്പററി, താൽക്കാലികമാണത് അല്ലെ? ഇടയ്ക്ക് ഇപ്പൊ മാസത്തില് ആദ്യത്തെ തിങ്കളാഴ്ച അല്ലെ ആദ്യത്തെ ചൊവ്വാഴ്ച, മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച, അങ്ങനെയൊക്കെയല്ലേ കൊടുക്കണേ? അവിടെ ഒരു ടൈം പീരീഡ് ഇല്ലേ? ഇല്ലേ? പ്രഷർ ഷുഗർ ഒക്കെ നോക്കണതും ഒരു പ്രത്യേക ടൈമിലാ വരുന്നത്. ടീച്ചർ നേരത്തെ പറയൂല്ലേ, അംഗൻവാടിയിലെ ടീച്ചർ ഇന്ന ദിവസം അംഗൻവാടിയില് പ്രഷർ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വന്ന് നോക്കാം എന്നൊക്കെ പറയാറില്ലേ നമ്മളോടൊക്കെ? അതൊക്കെ എങ്ങനെയാണ്? ടെമ്പററി സ്ട്രക്ചർ ആണ്, താൽക്കാലികമാണ്. എംപ്ലോയീസ് എത്ര പേരുണ്ട്? 1 to 2 കെയർ വർക്കേഴ്സ് ഇൻ മോസ്റ്റ് ലൊക്കേഷൻ. 1 or 2 കെയർ വർക്കേഴ്സ് അവിടെ ഉണ്ടാകുന്നത്. അണ്ടർലൈൻ ചെയ്തേ. 1 to 2 കെയർ വർക്കേഴ്സ്. Each sub-center is supposed to provide dispensable for up to 500 individuals. എത്ര പേർക്ക് അവിടെ ചികിത്സ കൊടുക്കാം? എത്ര പേർക്ക് കൊടുക്കാം? 500 individuals. 500 individuals. 500 individuals. നമുക്കത് എത്രയാ? ഏകദേശം 5000 ആളുകൾക്ക് ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നു. നമ്മുടെ ആ ലോക്കല് ചുറ്റിപ്പറ്റിയുള്ളത് അല്ലെ? ഏകദേശം 5000 ആളുകളോളം അവരെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. The sub-centers are complemented by the community health workers under the supervision of the sub-centers. Community health workers വരുന്നത് ഈ സബ്-സെന്ററിന്റെ കീഴിലാണ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് വരുന്നത് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദ സബ്-സെന്റേഴ്സ്. സബ്-സെന്ററുകളുടെ മേൽനോട്ടത്തിലാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് വരുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ നോട്ട് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള സർവീസുകൾ, മെഡിക്കൽ സർവീസുകൾ, ഇമ്മ്യൂണൈസേഷൻ, റെഫറൽസ് ഒക്കെയാണ് അവിടെ കൊടുക്കുന്നത്. ടെമ്പററി സ്ട്രക്ചർ ആണ്, അതായത് എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ 2-3 ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോഴോ അല്ലെ, ആഴ്ചയിൽ 2-3 ദിവസമൊക്കെയാണ് ഈ സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. 1-2 വർക്കേഴ്സ് അവിടെ ഉണ്ടാകും. ഓരോ സബ് സെന്ററിലും ഏകദേശം 5000-ഓളം ഇൻഡിവിജ്വൽസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഈ പ്രൈമറി ഹെൽത്ത് വർക്കേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ് വരുന്നത് സബ് സെന്ററിന്റെ കീഴിലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നിങ്ങള്? ആ ഒരു ഇത് കിട്ടിയില്ലേ? എക്സാമ്പിൾ അംഗൻവാടി ഒക്കെ പറയാം നമുക്ക്. ക്ലിയർ ആണോ? ഓക്കെ. ഒരാളൊന്ന് തമ്മിട്ട്, അല്ലെങ്കിൽ ഒരാളെങ്കിലും തമ്മിട്ടില്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത് രണ്ടാമത്തെ, ഇതൊക്കെ നമുക്ക് നോർമൽ അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. രണ്ടാമത്തെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, PHCS. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നമ്മുടെ അടുത്തില്ലേ? നിങ്ങളുടെ അടുത്തില്ലേ പ്രൈമറി ഹെൽത്ത് സെന്ററുകളില്ലേ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, PHCS. അവിടെ നോക്കിയേ, കുറച്ചുകൂടി മുകളിൽ വരുന്നതാണ് അല്ലെ? സബ് സെന്ററിനേക്കാളും കുറച്ചുകൂടി അടുത്തൊരു ലെവലാണത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുന്നത്. PHCS are usually small. ചെറുതാണ്. About 5 beds. ഒരു 5 ബെഡ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതായത് വലിയ ഹോസ്പിറ്റൽ അല്ലാതെ അല്ലെ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി കാണാം അല്ലെ? അധികം ആളുകൾക്ക് കിടത്തി ചികിത്സയൊന്നുമില്ല അവിടെ. 5 beds, about 5 beds. ഏകദേശം 5 ബെഡോളാണ് ഉള്ളത്. 1 to 2 qualified doctors. ഓക്കെ. 1-2 ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാകാം അവിടെ. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അല്ലെ? 1-2 ഡോക്ടർമാരുണ്ടാകാം. അത് 14 പാരാമെഡിക്സ്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞ ആരാ? സ്പെഷ്യലി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതായിരിക്കും കേട്ടോ. ടെക്നീഷ്യൻ ആണ്. സ്പെഷ്യലി ട്രെയിൻഡ് ടെക്നീഷ്യൻ. മെഡിക്കൽ എമർജൻസി സർവീസ് കൊടുക്കാൻ ട്രെയിനിങ് കിട്ടിയവര്, അതായത് ഡോക്ടേഴ്സിന്റെ ഒക്കെ, ഡോക്ടറും നേഴ്സും അല്ലാതെ ഹെൽത്ത് കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ഏകദേശം 14ഓളം പാരാമെഡിക്സ് ഉണ്ടാകും. പാരാമെഡിക്സ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയവരാണത്. സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ ടെക്നീഷ്യൻ. ഒന്ന് എഴുതി വെച്ച അവിടെ. എസ്പെഷ്യലി SPECIALY, specially trained, TRAINED, trained medical technician.
സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ ടെക്നീഷ്യൻ. അദ്ദേഹത്തിന് എന്തുണ്ടാവും? എമർജൻസി സർവീസ് കൊടുക്കാനുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഡോക്ടറുടെയും നഴ്സിന്റെയും ഒക്കെ കീഴിൽ വരുന്നവരാണ്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അവര് വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. 14ഓളം പാരാമെഡിക്സ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫുകൾ ഒക്കെ ഉണ്ടാകുക അവിടെ. ഒന്ന് അണ്ടർലൈൻ ചെയ്തത് 1 to 2 qualified doctors, 14 paramedics and the support staff. PHSC is typically a referral unit for the subcenter and cluster of about 6. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു PHSC എന്ന് പറയുന്നത് 6 സബ് സെന്ററിന്റെ ക്ലസ്റ്റർ ആണ്. അതായത് ഒരു PHSCയുടെ കീഴിൽ 6 സബ് സെന്റർ പ്രവർത്തിക്കും. മനസ്സിലാവണ്ടോ? ഒരു PHSC എന്ന് പറയുന്നത് 6 സബ് സെന്ററുകളുടെ ക്ലസ്റ്റർ ആണ്. കിട്ടിയോ? എഴുതി വെച്ചോടെ, നോട്ട് ചെയ്തോ ഒന്നവിടെ. ക്ലസ്റ്റർ about 6. കണ്ടോ? PHSC is typically a referral unit for a sub-center cluster of about 6. അതായത് ഒരു PHSC എന്ന് പറയുന്നത് എത്രയാ? 6 സബ് സെന്ററുകളുടെ ഒരു ക്ലസ്റ്റർ ആണ്. ഈ 6 സബ് സെന്ററുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു PHSC. അതായത് ഒരു PHSCയുടെ കീഴിൽ 6 സബ് സെന്റർ ഉണ്ടാകും. മനസ്സിലായോ? ഒരു PHSCയുടെ കീഴിൽ അവിടെ 6 സബ് സെന്ററുകൾ ഉണ്ടാകും. The primary health care center PHSC are in charge of 6 sub-centers each. Underline ചെയ്ത sentence. The primary health care centers PHSC are in charge of 6 sub-centers each. 6 സബ് സെന്ററുകളുടെ ചാർജ്. ഇനി നോക്കിയേ, അതിനകത്ത് ഇൻ അഡീഷൻ ടു ഔട്ട്പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ട. അവിടെ കിടത്തി ചികിത്സ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഔട്ട്പേഷ്യന്റ് ട്രീറ്റ്മെന്റ്. ഇപ്പൊ വന്ന് നമ്മള് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് തിരിച്ചു പോകരുത്, അതല്ല ഔട്ട്പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഔട്ട്പേഷ്യന്റ് സർവീസുകളും കൊടുക്കുന്നുണ്ട്. Most PHSCs facilitate inpatient treatment with 4 to 6 beds. എത്ര ബെഡ് ഉണ്ട് അവിടെ? 4 to 6 ബെഡ്സ് ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. കിടത്തി ചികിത്സിക്കുന്നുണ്ട്. ഇവിടെ 4 to 6. ഒരുപാട് രോഗികൾക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഇല്ല. അവിടെ 4 to 6 ബെഡ്സ് അത്രേ ഉള്ളൂ. As per the plan PHSC service. എത്ര ആളുകൾക്ക് അവിടെ അവര് സർവീസ് കൊടുക്കുന്നുണ്ട്? അണ്ടർലൈൻ ചെയ്തേ, 13,000. 30,000 ആളുകൾക്ക് PHSC സർവീസ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ചെറിയതാണ്, ഒരു 5 ബെഡോളേ ഉള്ളൂ. 1 to 2 qualified doctor, 14 paramedics, അതായത് സപ്പോർട്ട് സ്റ്റാഫുകളുണ്ട്. ഇതെന്ന് പറഞ്ഞത് ഒരു PHSC എന്ന് പറയുന്ന 6 സബ് സെന്ററുകളുടെ കൂട്ടാണ്. അവിടെ ഇൻപേഷ്യന്റ് സർവീസും ഔട്ട്പേഷ്യന്റ് സർവീസും കൊടുക്കുന്നുണ്ട്. അവിടെ എത്ര പേർക്ക്? ഒരു 4 to 6 ബെഡ്സ് ആണ് അവിടെ അവൈലബിൾ ആവുള്ളൂ. അവിടെ 30,000 ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. The secondary sector of the Indian health care system contains rural hospital and community health center. CHC. എക്സാമിന് ചോദിക്കാം കേട്ടോ. എക്സാം CHC. എന്തായിരുന്നു നമ്മള്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ് CHC എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലില്ലേ? താലൂക്ക് ഹോസ്പിറ്റല് അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് എക്സാമ്പിൾ എഴുതി വെച്ചോട്ടോ. താലൂക്ക് ഹോസ്പിറ്റലുകൾ. താലൂക്ക് ഹോസ്പിറ്റൽ. The secondary sector of Indian healthcare system contains rural hospital and community health centers. Underline ചെയ്തിട്ടേ. The secondary sector of the Indian health system contains എന്തൊക്കെയുണ്ട്? റൂറൽ ഹോസ്പിറ്റൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് സർവിംഗ് 4 PHSC. അതായത് ഒരു സെക്കൻഡറി സെക്ടർ ആണ്. റൂറൽ ഹോസ്പിറ്റലുകളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും ആണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് നോക്കിയേ, ഇവിടെ വന്നത് ഒരു CHC എന്ന് പറയുന്നത് എത്ര ഇത് വരുന്നുണ്ട്? സർവിംഗ് 4 PHSCs. കണ്ടോ? ഒരു CHC എന്ന് പറയുന്ന 4 PHSC ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ 4 പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലില്ലേ, അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററുകളില്ലേ, അതാണ് പറയുന്നത്.
നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അപ്പോ ഒരു ഈ CHSCയുടെ കീഴിൽ എത്ര PHSC പ്രവർത്തിക്കുന്നുണ്ട്? 4. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. Serving 4 PHSCs. The CHSC specialized medical services are meant for 1,20,000 people. കണ്ടോ, ഒരു CHSC എത്ര ആളുകൾക്ക് മെഡിക്കൽ സർവീസ് കൊടുക്കുന്നുണ്ട്? 1,20,000, 1,20,000 ആളുകൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. 1,20,000 ആളുകൾക്ക് അവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സർവീസ് കൊടുക്കുന്നുണ്ട്. Community health centers are supposed to have at least 30 beds. എത്ര ഉണ്ടാവും? 30 ബെഡ്സ്. ഏകദേശം ഒരു 30 ബെഡുകളോളം ഉണ്ടാവും. ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും. ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റി, ആസ് വെൽ ആസ് ദ ടീം ഓഫ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്. കേട്ടോ, 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് അടങ്ങുന്ന ഒരു ടീമുകളും അവിടെ ഉണ്ടാകും. അത്രയും കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നോക്കണം. അതെന്താ പറഞ്ഞേക്കുന്നത്? In community health care system contain rural hospital and community health centers. അത് എത്ര ഇതിന് സർവ് ചെയ്യുന്നുണ്ട്? അതായത് ഒരു CHSC, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കീഴില് 4 PHSC ഉണ്ട്. അവിടെ എത്ര ആളുകൾക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്? 1,20,000 ആളുകൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആർ സപ്പോർട്ട് അറ്റ്ലീസ്റ്റ് എത്ര ബെഡ് ഉണ്ട്? 30 ബെഡ്സ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഒരു 30 ബെഡോളം അവിടെ ഉണ്ട്. പിന്നെ എന്തൊക്കെ ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നേ? അണ്ടർലൈൻ ചെയ്തേ. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ലബോറട്ടറി ഉണ്ട്, എക്സ്റേ ഫെസിലിറ്റികൾ ഉണ്ട്, ആസ് വെൽ ആസ് അതിനൊപ്പം തന്നെ ടീം ഓഫ് 4 മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്. ഇത്രയും വരുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ, 3 ഇത് കിട്ടിയ നമുക്ക് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് 3 തലമായിട്ട് തിരിച്ചേക്കുന്നത്. സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. തന്നെ ഒന്ന് വായിച്ചു നോക്കണോട്ടോ എല്ലാവരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. ഇനി അടുത്ത് നോക്കിയേ, ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ക്ലിയർ ആയോ? ഇത് 3 നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി അത് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് കിട്ടിക്കോളില്ലേ? ഓക്കെ. ഇനി നമുക്കറിയാവുന്ന നമ്മുടെ താലൂക്ക് ആശുപത്രി, അതിന്റെ കീഴിലുള്ള പ്രാഥമിക ആശുപത്രികള്, അംഗൻവാടികളൊക്കെ, ഹെൽത്ത് സെന്ററുകള്, ഇതൊക്കെ വരുന്നത്. 3 നമ്മുടെ ആരോഗ്യ സംവിധാനം അങ്ങനെ 3 സെക്ഷനായിട്ടാണ് തിരിച്ചേക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയ നെക്സ്റ്റ് വരുന്നത് ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങള്. ഇപ്പൊ ഇന്ത്യയിലെ നമ്മൾ ഹെൽത്ത് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ പല ലെവലുകളായിട്ടാണ് തിരിച്ചേക്കുന്നത് ഇന്ത്യയില്. ഇനി ഇന്ത്യയിലെ നമ്മൾ നോക്കണേ. അത് ഇതിന്റെ ഫ്ലോ ചാർട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിന്റെ ഓർഡർ ഒന്ന് നോക്കണം. ഏറ്റവും ടോപ്പിൽ വരുന്നത് നാഷണൽ ലെവല്, അടുത്തത് സ്റ്റേറ്റ് ലെവല്, പിന്നെ ഡിസ്ട്രിക്ട് ലെവല്. ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ 2 സെക്ഷൻ ഉണ്ട്. റൂറൽ ഏരിയയിലും ഹെൽത്ത് സർവീസ് കൊടുക്കേണ്ട, അർബൻ ഏരിയയിലും കൊടുക്കണം, ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും കൊടുക്കുന്ന സർവീസുകൾ. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അതിൽ ഫസ്റ്റ് ഏറ്റവും മുകളിൽ വരുന്നതാണ് നാഷണൽ ലെവൽ. നാഷണൽ ലെവലില് നമുക്ക് ഹെൽത്ത് സർവീസ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. എന്താ പറഞ്ഞത്? നാഷണൽ ലെവലില് നമുക്ക് ഹെൽത്ത് കെയർ, ദേശീയ തലത്തില് നമുക്ക് ഈ ഒരു ഹെൽത്ത് കെയർ നൽകുന്ന ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ളത് നാഷണൽ ലെവൽ. ഇന്ത്യയില് ഇതെടുക്കുക നമ്മള്. ഇന്ത്യയില് നമ്മുടെ നാഷണൽ ലെവലില് നമുക്ക് ഹെൽത്ത് കെയർ നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ടോപ്പിൽ ആരാ? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഒന്ന് എഴുതി വെച്ചേ. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലുള്ളതാണ് കേട്ടോ.
ഏറ്റവും ടോപ്പിലാണ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആരാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് വെച്ചാൽ അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ നാഷണൽ ലെവലിലുള്ള ആരോഗ്യകരമായിട്ടുള്ള ആരോഗ്യ സംവിധാനത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഇന്ത്യ എന്ന രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ആരോഗ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ? നമ്മുടെ ഇന്ത്യയിലെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. നാഷണൽ ലെവലിൽ നമുക്കൊരു മിനിസ്റ്റർ ഉണ്ട്, അതിന്റെ കീഴിൽ മന്ത്രിമാരുണ്ട്. ഓക്കെ, ആരോഗ്യമന്ത്രി ഒക്കെ ഉണ്ട് നാഷണൽ ലെവലില്. അപ്പൊ നമ്മുടെ നാഷണൽ ലെവലില് നമുക്ക് ഹെൽത്ത് തരുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാ ഡിപ്പാർട്ട്മെന്റിന്റെ പേരേതാ? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. മെസ്സേജ് എഴുതിടാൻ സമയം എടുക്കും, അതുകൊണ്ട് നിങ്ങൾ എന്റെ ഒപ്പം ഒന്ന് പറയാ കേട്ടോ. ഏതാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ എല്ലാവരും? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അതാണ് ഇപ്പൊ നമ്മൾ കൊറോണയൊക്കെ ഒരു എക്സാമ്പിൾ കൊറോണയൊക്കെ വന്നില്ലേ? അപ്പൊ നമ്മുടെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്, നമ്മുടെ രാജ്യത്തെ മൊത്തം ഒരു വ്യാപിക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ രാജ്യം ലോകമെമ്പാടും വ്യാപിച്ചതാണ്, എങ്കിലും നമ്മുടെ രാജ്യത്തിലേക്ക് വന്നപ്പോൾ അപ്പൊ കൊറോണയുടെ അതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിന്ന് ആ തീരുമാനം എന്തൊക്കെ കാര്യങ്ങള് ഓരോ സ്റ്റേറ്റിലേക്കും ഓരോ സംസ്ഥാനങ്ങളിലേക്കും അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാ കൊടുത്തേ? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴില് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നാഷണൽ ലെവലില് നമുക്ക് ഹെൽത്ത് കെയർ തരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അതായത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഒരു മിനിസ്റ്റർ ഉണ്ട്, നമുക്ക് ആരോഗ്യമന്ത്രി ഉണ്ട്, അതിന്റെ കീഴിലെ മന്ത്രിമാരും ഉണ്ട്. ഇനി അടുത്ത ലെവല് നോക്കിയേ. അപ്പൊ ആ നാഷണൽ ലെവലിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ഓരോ സ്റ്റേറ്റിലേക്കും കൊടുക്കണം അല്ലെ? ഓരോ കേരള, തമിഴ്നാട്, അങ്ങനെ നമ്മുടെ ഓരോ സ്റ്റേറ്റിലേക്കും നമുക്ക് നമ്മുടെ 28 സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ UTS അവിടെ നോക്കി നാഷണൽ ലെവൽ ആൻഡ് UTS. UTS എന്ന് പറഞ്ഞ എന്താ കേട്ടിട്ടുണ്ടോ? UTS യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. എത്ര ഉണ്ട് നമുക്ക്? എഴുതി വെച്ചേ അവിടെ UTSന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതി വെച്ചേ. യൂണിയൻ ടെറിട്ടറീസ്, UNION, യൂണിയൻ ടെറിട്ടറീസ്. TERITORIES, കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. ഇപ്പൊ നാഷണൽ ലെവലില് കീഴിൽ ആരൊക്കെ വന്നെ? അവിടെ ആരൊക്കെ വരിക? സ്റ്റേറ്റ് ലെവലും യൂണിയൻ ടെറിട്ടറീസും അല്ലെ? സ്റ്റേറ്റ് ലെവലും അതുപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളും. അതായത് നമ്മുടെ സ്റ്റേറ്റ് നമ്മുടെ നാഷണൽ ലെവലിന്റെ കീഴിൽ വരുന്നതാണ് ഇത് അല്ലെ? അപ്പൊ നാഷണൽ ലെവലിൽ എടുക്കുന്ന ആരോഗ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റിലേക്കും നമ്മുടെ 28 സംസ്ഥാനങ്ങളിലേക്കും 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേക്കും ആ ഒരു ഓർഡർ വല്ല ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വരും അല്ലെ? അത് എന്നിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഹെൽത്ത് ഓരോ സ്റ്റേറ്റിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? അതായത് അത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലാണ് ഈ സ്റ്റേറ്റ് ലെവലും അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ വരുന്നത് അല്ലെ? നമ്മുടെ സ്റ്റേറ്റിൽ ആരാ? നമ്മുടെ ആരോഗ്യമന്ത്രി ആരാ? നമ്മുടെ ആരോഗ്യമന്ത്രി ആരാ? കേരളത്തിലെ ആരോഗ്യമന്ത്രി സ്റ്റേറ്റിലെ വീണ ജോർജ് അല്ലെ? വീണ ജോർജ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രി, അതായത് സ്റ്റേറ്റ് ലെവലില് അദ്ദേഹത്തിന്റെ വീണ ജോർജിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലേക്ക് എന്ത് വരും? ആ കാര്യം വരും. നാഷണൽ ലെവലിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ സ്റ്റേറ്റ് ലെവലിലേക്ക് വരും. അതായത് നമ്മുടെ ആരോഗ്യമന്ത്രി അത് കാര്യങ്ങൾ ചെയ്യും. അതെല്ലാ സ്റ്റേറ്റിലേക്കും നമ്മുടെ കേരളത്തിന്റെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അത് ഓരോ സ്റ്റേറ്റിലേക്കും കൊടുക്കും. നമ്മുടെ സ്റ്റേറ്റിലെ കാര്യങ്ങൾ അതായത് നമ്മുടെ ആരോഗ്യമന്ത്രി അത് തീരുമാനിക്കും എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് അത് എങ്ങോട്ട് വരും? നെക്സ്റ്റ് എങ്ങോട്ട് വരിക? ഡിസ്ട്രിക്ട് ലെവലിലേക്ക് അല്ലെ?
അതായത് നാഷണൽ ലെവലില് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് എങ്ങോട്ടാ വരുന്നേ? അടുത്ത ലെവല് സ്റ്റേറ്റ് ലെവലിലേക്ക് വരുന്നു. നമ്മുടെ സ്റ്റേറ്റില് ഓരോ സ്റ്റേറ്റിലേക്കും യൂണിയൻ 60 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേക്കും ആ ഒരു ഇത് പോകും. അത് നമ്മുടെ കേരളത്തിലെ വീണ ജോർജ് ആണ് ആരോഗ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ആ വീണ ജോർജ് മന്ത്രി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് ആരേക്ക് വരും? ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും വരും. ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരും. കേരളത്തില് നമ്മുടെ ഓരോ 14 ജില്ലകളിലേക്കും ആ കാര്യങ്ങള് ഇന്ന കാര്യങ്ങള് വരും അല്ലെ? ഇപ്പൊ എന്തൊക്കെയാ അതിനെടുക്കുന്നത്? ഇപ്പൊ കൊറോണ വന്നു, നമ്മൾ മാസ്ക് വെക്കണം, സാനിറ്റൈസ് ചെയ്യണം, അങ്ങനെയുള്ള പൊതുവായിട്ട് അവിടെ നമ്മൾ അതിനെ ഡിഫെക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളില്ലേ, അതെല്ലാം ഡിസ്ട്രിക്ട് തലങ്ങളിലേക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും അത് എത്തിക്കും. സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ആ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറാണ് നമ്മുടെ മേധാവി അല്ലെ? തിരുവനന്തപുരത്ത് കാക്കനാട് നമുക്ക് ഡിസ്ട്രിക്ട് ലെവലില് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ എറണാകുളം അവിടെ കാക്കനാടില്ലേ കളക്ടറേറ്റില് നമുക്ക് അവിടേക്ക് അതായത് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് ആ നിയമങ്ങൾ വരും. അത് ആ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് നെക്സ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? റൂറൽ ഏരിയയിലേക്കും അർബൻ ഏരിയയിലേക്കും പോകും. റൂറൽ ഏരിയ ഗ്രാമപ്രദേശങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഒക്കെ ആ ഡിസ്ട്രിക്ട് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എത്തിയിരുന്നു. അവർക്ക് അതിനുള്ള അലേർട്ട് കൊടുക്കുന്നു അല്ലെ? റൂറൽ ഏരിയയില് ഹെൽത്ത് കെയർ കൊടുക്കുന്നത് നമ്മൾ പഠിച്ചില്ലേ? 3 CHC, PHC, സബ് സെന്റർ വഴിയാണ് റൂറൽ ഏരിയയിൽ കൊടുക്കുന്നത്. അർബൻ ഏരിയയിലോ ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറികളും വഴി നടപ്പിലാക്കുന്നു. നമ്മളിലേക്ക് ആ എഴുതുക. അപ്പൊ നോക്കി എവിടെ നിന്നൊക്കെ പോകുന്നതല്ലേ? ഏറ്റവും ടോപ്പില് നാഷണൽ ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങള് സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നു. സ്റ്റേറ്റ് ലെവലിൽ നിന്ന് എടുക്കുന്നത് ഡിസ്ട്രിക്ട്, നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും വന്നു അല്ലെ? നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് എറണാകുളത്തിന്റെ ഇതിലേക്ക് വന്നു. അവിടെ നിന്ന് റൂറൽ ഏരിയയിലേക്കും അർബൻ ഏരിയയിലേക്കും പോകും. ക്ലിയർ ആയോ? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ ആ ലെവലുകൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിന്റെ ഓർഡറുകൾ ഒന്ന് നോക്കി വെച്ചേക്കാം അവിടെ. പിന്നെ റൂറൽ ഏരിയയിൽ കീഴിൽ വരുന്ന ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. CHCയും PHCയും സബ് സെന്ററുകളും. അർബൻ ഏരിയയിൽ വരുന്ന ഏതൊക്കെയാണ്? ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഇത്രയൊന്ന് വായിച്ചു വെക്കുക കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്ത് പറയാട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ. ടെക്സ്റ്റ് കിട്ടുമ്പോ പിന്നെ വേഗം നമുക്കത് നോട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ടെക്സ്റ്റ് ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ എഴുതി വരുമ്പോ കുറച്ച് സമയം പോവില്ലേ? നമുക്ക് ഒരുപാട് ലാഗ് ചെയ്യാനും പറ്റില്ല. അതായത് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ ഏകദേശം 3 മാസം കൊണ്ട് നമുക്ക് തീർക്കണം. അപ്പൊ അതിന്റെ അനുസരിച്ച് നമുക്കൊരു ആവറേജ് സ്പീഡിൽ പോകണം. ആ ഒരു ചാപ്റ്ററിന്റെ എത്രത്തോളം പേജ് നമ്പേഴ്സ് അനുസരിച്ച് നമുക്ക് 2-3 പേജൊക്കെ ഒരു ദിവസം ശരിക്കും കവർ ചെയ്യണം. എന്നാലാണ് നമുക്ക് നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ള കോഴ്സ് തീരുള്ളൂ. അപ്പൊ പിന്നെ ടെക്സ്റ്റ് ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ കുറച്ചും കൂടി ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സമയം വേണമല്ലോ. ഇതുകൊണ്ടാണ് ഇതിന് പോകുന്നത്. കുഴപ്പമില്ലല്ലോ. എന്നാലും ആവറേജ് ഒരു സ്പീഡ് നിങ്ങൾക്ക് ഏകദേശം ഫോളോ ചെയ്ത് പോകുന്നില്ലേ? ആ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കണം കേട്ടോ. എത്ര പ്രാവശ്യം പറയുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. നമ്മൾ പറഞ്ഞ ഓരോ ലെവലുകൾ ഏതാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ഹെൽത്ത് കെയർ നമ്മുടെ ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പഠിച്ചത്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ടെക്സ്റ്റ് ഉള്ളവര് ഇതൊന്നും വായിച്ചു വെക്കുക. അല്ലാത്തൊരു നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.